Hi everyone, welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മിക്സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. ഇത് വീട്ടമ്മമാർക്കെല്ലാം തന്നെ ഉപകാരപ്പെടുന്ന ടിപ്സ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. മിക്സിയുടെ ജാറിൻ്റെ ഈ അടപ്പിൻ്റെ വാഷർ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് മിക്സി കറക്റ്റായിട്ട് അടയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ മിക്സി ജാറിൻ്റെ വാഷർ ലൂസായി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ മിക്സിയുടെ അടപ്പിൻ്റെ വാഷർ നല്ലപോലെ ഇങ്ങനെ ലൂസായി നിൽക്കുന്നുണ്ട്. ഇത് കറക്റ്റായി നിൽക്കാനായിട്ട് ഞാനിവിടെ 2 റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ റബ്ബർ ബാൻഡ് മതി. ഈ റബ്ബർ ബാൻഡ് ഓരോന്നായിട്ട് നമുക്ക് ഈ വാഷറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഈ 2 റബ്ബർ ബാൻഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഷർ നല്ല പോലെ തന്നെ ടൈറ്റായി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സി ജാർ അടച്ചു കഴിഞ്ഞാൽ നല്ല പോലെ ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മിക്സിയുടെ ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഈ കുഴിഞ്ഞിരിക്കുന്ന ഈ ഭാഗം നല്ലപോലെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഒരു ബ്രഷ് മതി. സാധാരണ ബ്രഷ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ബ്രഷിനെ ഈ മിക്സിയുടെ ഈ ഭാഗം ക്ലീൻ ചെയ്യാവുന്ന രീതിയിലൊന്ന് മാറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിങ്ങനെ വളച്ചു കൊടുക്കാം. ഈ ബ്രഷ് നല്ലപോലെ വളഞ്ഞു കിട്ടുന്നത് വരെ ഇങ്ങനെ ചെറുതായി ചൂടാക്കിയിട്ട് ഇങ്ങനെ വളച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ബ്രഷ് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇങ്ങനെ നല്ലപോലെ വളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മിക്സിയുടെ ഈ മുകൾ ഭാഗം എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സാധാരണ ബ്രഷ് ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നാരുകൾ എല്ലാ ഭാഗത്തൊന്നും തട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അഴുക്ക് പോവില്ല. ഇങ്ങനെ ബ്രഷ് വളച്ചെടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ എല്ലാ ഭാഗത്തെ അഴുക്കും പോയി കിട്ടും. മിക്സി ജാറിൽ നമ്മൾ എന്തെങ്കിലും അരയ്ക്കുക അല്ലെങ്കിൽ പൊടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ അരച്ചതിൻ്റെയോ അല്ലെങ്കിൽ പൊടിച്ചതിൻ്റെയൊക്കെ ഒരു മണം മിക്സി ജാറിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഈ മിക്സി ജാർ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ഇതിലുണ്ടായിരുന്ന മണമൊന്നും ഉണ്ടാവില്ല. നല്ലപോലെ മണമൊക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ഇനി പറയാൻ പോകുന്നത് മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടിക്കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ആദ്യത്തേത് ഇതുപോലെ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ഈ മിക്സി ജാറിൽ ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സി ജാറിൻ്റെ മൂർച്ച നല്ലപോലെ കൂടിക്കിട്ടും. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പില്ലാന്നുണ്ടെങ്കിൽ പൊടിയുപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താലും മതി. ഇതിന് പകരമായിട്ട് നമുക്ക് മുട്ടത്തോട് യൂസ് ചെയ്യാവുന്നതാണ്. മുട്ടത്തോട് ഇട്ടിട്ട് നല്ലപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂടിക്കിട്ടും. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ ചെറുതായി ഇങ്ങനെ ബോൾ പോലെ ചുരുട്ടിയിട്ട് അത് മിക്സി ജാറിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുത്താലും മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച നല്ലപോലെ കൂടിക്കിട്ടും. മിക്സിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മാവൊക്കെ അരച്ചെടുത്താലോ അല്ലെങ്കിൽ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചാലോ ഒക്കെ ഇങ്ങനെ നല്ലപോലെ ജാറിനുള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇത് വാഷ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ കളയാമെന്ന് നോക്കാം. ഇതിനായിട്ട് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലെ അഴുക്ക് മുഴുവൻ നല്ലപോലെ ഇളകി കിട്ടും. പിന്നെ നമുക്ക് ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ മിക്സി ജാറ് നല്ലപോലെ വൃത്തിയായി കിട്ടും. മിക്സി ജാറിൻ്റെ അകത്ത് ഈ സ്ക്രൂവിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ ബ്ലേഡിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നല്ലപോലെ അഴുക്ക് എപ്പോഴും പിടിക്കാറുണ്ട്. ഇത് നമ്മൾ സാധാരണ വാഷ് ചെയ്യുന്നത് പോലെ വാഷ് ചെയ്താൽ പെട്ടെന്നൊന്നും പോവാറില്ല. അപ്പോൾ ഇങ്ങനെ ഈ മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ അവിടെയൊക്കെ പിടിച്ചിട്ടുള്ള അഴുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തൊക്കെ പോകാത്ത അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ്, പിന്നെ വിനാഗിരി. ഇത് 3ഉം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ പേസ്റ്റ് ഈ അഴുക്കുള്ള ഭാഗത്ത് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ അഴുക്കുള്ള ഭാഗത്തൊക്കെ ഈ പേസ്റ്റ് നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ഉരച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം.
അപ്പോൾ ഇതിലെ അഴുക്കൊക്കെ നല്ലോണം തന്നെ പോയിട്ടുണ്ട്, പുതിയതുപോലെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും, പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും. മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ മിക്സി ജാറിൻ്റെ ബാക്ക് സൈഡിൽ അഴുക്ക് പിടിക്കുക എന്നുള്ളത്. ഇത് വൃത്തിയാക്കി എടുക്കാനാണെങ്കിലും കുറച്ച് പ്രയാസമാണ്. എളുപ്പത്തിൽ ഈ ബാക്ക് സൈഡിലുള്ള അഴുക്ക് എങ്ങനെയാണ് കളയുന്നത് നോക്കാം. ഇതിനായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഈ ഭാഗമൊക്കെ ഒന്ന് ഉരച്ച് കൊടുക്കുക. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഉരയ്ക്കൊന്നും വേണ്ട, എളുപ്പത്തിൽ തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും. ഇത് ഞാൻ നല്ലോണം ഉരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ഇത് നല്ല വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്തതാണ്. നല്ലോണം തന്നെ അഴുക്കൊക്കെ പോയിട്ടുണ്ട്. ബാക്ക് സൈഡ് നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മിക്സി ജാറിൻ്റെ ബാക്ക് സൈഡിലുള്ള അഴുക്കൊക്കെ നമുക്ക് കളയാനായിട്ട് പറ്റും. മിക്സിയുടെ പുറം ഭാഗത്തും അതുപോലെ തന്നെ ഈ മിക്സിയുടെ വയറിൻ്റെ മുകളിലൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് എടുക്കണം. ഇതേപോലെ ടൂത്ത് പേസ്റ്റ് ഒരു ബ്രഷിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം മിക്സിയിൽ അഴുക്കുള്ള ഭാഗത്തൊക്കെ നല്ലോണം ഒന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ അഴുക്കുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു നല്ല ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും കൂട്ടി തുടയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. നല്ല പോലെ തന്നെ വൃത്തിയായി കിട്ടും. മിക്സിയുടെ ഈ വയറിൻ്റെ മുകളിൽ അഴുക്ക് പിടിച്ച് കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെയുള്ള 2 ഹുക്കുകൾ ഉണ്ടെങ്കിൽ മിക്സിയുടെ വയറ് നമുക്ക് പുറത്തേക്ക് കാണാതെ മിക്സിയുടെ ബാക്ക് സൈഡിലായിട്ട് നല്ല രീതിയിൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ബാക്ക് സൈഡിൽ ഒരു ഹുക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു ഹുക്ക് കൂടി നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ 2 ഹുക്കുകൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഹുക്കുകൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതേപോലെ 2 ഹുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ വയർ ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ മിക്സിയുടെ വയറൊന്നും കാണില്ല. അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് മിക്സിയുടെ വയർ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ മിക്സിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വയർ ഇങ്ങനെ മിക്സിയുടെ മുകളിൽ ഇങ്ങനെ ചുറ്റി വെക്കുന്നതിന് പകരം ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സൊക്കെ എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്